ഈ രാത്രി കർത്താവിനെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. നമ്മുടെ മുമ്പിൽ തിരുമേശയുള്ളത് കൊണ്ട് വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചന്തോചിതമായി തീരേണ്ടതിനും ഈ രാത്രി ദൈവിക തേജസ് നമ്മളൊന്ന് വഹിക്കുവാൻ, അപ്പോൾ തന്നെ ഭാരത്തിലായിരിക്കുന്ന പ്രയാസത്തിലായിരിക്കുന്ന ചിലതിൻ്റെ ജീവിതം ഈ രാത്രി വിടുതലേക്ക് നയിക്കപ്പെടുവാൻ വേണ്ടി നമ്മളൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ. ഇത് ഉപവാസ പ്രാർത്ഥനയുടെ ഒരു അവസാന സെക്ഷനും കൂടെയാണ്. കഴിഞ്ഞ പകലൊക്കെ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഞാൻ വിളിച്ചു പറയുക, നീ ഉപവസിക്കുന്ന, നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ഈ രാത്രി സ്വർഗം ഇറങ്ങി വന്ന് നിന്റെ വിഷയത്തിന് മറുപടി തരുന്ന രാത്രിയാണെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുമ്പോൾ അത് എത്ര പേര് ഏറ്റെടുക്കാൻ തയ്യാറാകും? എത്ര പേർക്ക് അത് മനസ്സിലാകുന്നു? ഇന്ന് രാത്രി പിശാച് നിന്നോട് പറയും, നിനക്ക് വിടുതൽ കിട്ടത്തില്ല, നിനക്ക് ആൻസർ കിട്ടത്തില്ല, നിന്റെ ഡോറ് തുറക്കത്തില്ലെന്ന് പറയുമ്പോൾ ഈ രാത്രി പരിശുദ്ധാത്മാവിനെ വിളിച്ചു പറയുക, നിന്റെ ഡോർ ഈ രാത്രി തുറക്കുന്ന രാത്രിയാ, നിന്റെ കെട്ടി രാത്രി അഴിയുന്ന രാത്രിയാ, നിനക്ക് വേണ്ടി മഹത്വത്തിന്റെ കരമിറങ്ങുന്ന രാത്രിയാ. എല്ലാവരും ഈ രാത്രി സ്വീകരിച്ച് കരകളെ ചേർത്തടിച്ച് ആ തമ്പുരാനോട് ശ്രമിച്ചേ. പ്രാർത്ഥനയോട് മാത്രം ദൈവസന്നിധിയിലായിരിക്കണം. ആരും വെറുതെ ആയിരിക്കരുത്. ഈ രാത്രി ദൈവശബ്ദം നമ്മളൊന്ന് കേൾക്കാൻ പോവുക. ഈ രാത്രി ദൈവിക തേജസ് നമ്മളിലേക്ക് ഒന്ന് വ്യാപരിക്കുന്ന രാത്രിയാണ്. എത്ര പേര് ആമേൻ പറഞ്ഞ് സ്വീകരിക്കും? വെറുതെ ഇരിക്കരുത്. ഇന്ന് രാത്രി നമ്മൾ വന്നത് തമ്പുരാനെ ആരാധിക്കാനാണ്, ഒന്നും കാണാനല്ല വന്നത്. യേശുവിന്റെ ശബ്ദം കേട്ട് ആ തമ്പുരാനെ ആരാധിക്കാൻ വേണ്ടിയാണ് ഈ രാത്രി പിടിച്ച് ആ ദൈവിക തേജസ് പറഞ്ഞാട്ടെ. വേഗത്തിൽ വായിച്ചാട്ടെ. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 46 മുതൽ ആരെങ്കിലും ഒന്ന് വായിച്ചു തരണമേ. ഉറക്കെ വായിച്ച സിസ്റ്റർ മൈക്ക് വേണമെങ്കിൽ എടുത്തു. സ്തോത്രം. വഴിയരികെയിരുന്നു. നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പിനെന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്ക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ് ഇട്ട് കളഞ്ഞ ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. മതി. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കണേ. സ്തോത്രം. കൊച്ചു കുഞ്ഞുങ്ങൾ അവിടെ കിടന്ന് ഓടുകയൊക്കെ ചെയ്തോട്ടെ. അത് നിങ്ങളുടെ ബിസിനസ്സായിട്ടോ നിങ്ങളുടെ സബ്ജക്റ്റായിട്ടോ എടുക്കേണ്ട. പിള്ളേർ ഓടും. സ്തോത്രം. ഞങ്ങളൊക്കെ എന്നെ ഓട്ടം ഓടിയാണെന്നറിയോ? ചർച്ചിലൊക്കെ കിടന്ന് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഓടിയത് കൊണ്ടാണ് ചിലപ്പോൾ ഇന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. സ്തോത്രം. പിള്ളേരെ അവരെ വിടുക, നമുക്ക് വചനം കേൾക്കാം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ വേദഭാഗത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു.
ബൈബിളിലോട്ട് കുഞ്ഞിന് കിടക്കരുത്, എന്നെ നോക്കിയിരിക്കണം, എന്നെ നോക്കി. ഇത് വായിക്കരുത്, വീട്ടിൽ പോയിരുന്ന വായിക്കേണ്ടത്, ഇവിടെ ഇരുന്ന് വായിച്ച് തീർക്കരുത്. മർക്കോസിലോട്ടും അപ്പോസ്തലരുടെ പ്രവൃത്തിയിലോട്ടും ഒന്നും പോകല്ല്, എൻ്റെ കൂടെ ഇവിടെ നിൽക്കണം. സ്തോത്രം. വായിച്ചു കേട്ടത് ഒരു ചരിത്രമാണ്. നമ്മൾ ഒത്തിരി പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ വായിച്ചതും കുരുടനായ ഭിക്ഷക്കാരനെ യേശു വന്ന് സൗഖ്യമാക്കുന്ന ഒരു ചരിത്രമാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചു കേട്ടത്. എന്തിനാ ഈ ചരിത്രം ഈ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുരുടനെന്ന് സൗഖ്യമായി എന്ന് വിളിച്ചു പറയാൻ വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ രാത്രിയുടെ യാമത്തിൽ വന്ന് പേടിച്ചിരിക്കുമ്പോൾ പറച്ചിരിക്കുമ്പോൾ ഇത് വായിച്ച് ആശ്വസിച്ച് ദീർഘശ്വാസം വിട്ടിട്ട് കിടന്നുറങ്ങാനും വേണ്ടി മാത്രമല്ല. അതിനകത്തൊരു കാര്യമുണ്ട്. കുരുടനായ ആ ഭിക്ഷക്കാരനെ സ്വർഗം സൗഖ്യമായതൊരു ചരിത്രമാണെങ്കിൽ, ഇത് വായിക്കുന്ന നിന്റെയും ചരിത്രത്തെ സ്വർഗം മാറ്റുമെന്ന് പറയാനാ ഈ രാത്രി ഈ ഭാഗം വായിച്ചു കേട്ടത്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി ഒരു ദൂത് പറയുക, കുരുടന്റെ ചരിത്രത്തെ സ്വർഗം മാറ്റിയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ജനത്തിന്റെ ചരിത്രത്തെ ഈ രാത്രി സ്വർഗം മാറ്റാൻ പോവുക. പരിശുദ്ധാത്മാവിനെ ഒരു ദൂത് വിളിച്ചു പറയുക, നിന്റെ ഇഞ്ചിഞ്ചി ചരിത്രങ്ങൾ ഈ രാത്രി സ്വർഗം മാറ്റുക. ആമേൻ പറഞ്ഞ് സ്വീകരിച്ച് ആർക്ക് കേട്ടാലും അറപ്പുളവാകുന്ന, അല്ലെങ്കിൽ സന്തോഷം കൊടുക്കാത്ത നിന്റെ ആ ചരിത്രത്തെ ഈ രാത്രി സ്വർഗം മാറ്റാൻ പോകുകയാണെന്ന് ഒരു ദൂത് വിളിച്ചു പറയുമ്പോ എത്ര പേര് ആ ദൂതിന്റെ പുറകിൽ ആമേൻ പറയും. നിന്റെ ചരിത്രം ഒരു അത്ഭുതമായിട്ട് ഈ രാത്രി പോകുന്ന ഈ രാത്രി പറ, എന്റെ ചരിത്രത്തെ സ്വർഗം മാറ്റാൻ പോകുകയാണെന്ന്. എന്റെ ചരിത്രം കേട്ട് അനേകർ യേശുവിനെ ഉയർത്തുന്ന, യേശുവിലേക്ക് തിരിയുന്ന ഒരു സിസ്റ്റം സഹോദര സഹോദരി, നിന്റെ ചരിത്രം മാറിയ നിന്നിലൂടെ ജനം കർത്താവിനെ കാണും. ആമേൻ പറ. നിന്റെ ചരിത്രം മാറിയ നിന്നെ കാണുന്നവർ യേശുവിനെ കാണുമെന്ന് പറയുന്ന മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാത്രി അതിനുള്ള നമ്മളിവിടെ വന്നത് നിന്നെ കണ്ട ജനം യേശുവിനെ കാണുന്ന അസാധാരണ ശുശ്രൂഷയുടെ ഒരു കൈമാറ്റം ഈ കാലഘട്ടത്തിൽ സംഭവിക്കുക. നിന്റെ ചരിത്രം എന്താണെങ്കിലും ഈ രാത്രി സ്വർഗ്ഗം മാറ്റുക. മനസ്സിലാക്കുന്നവർ കർത്താവിനെ ഒന്ന് ആരാധിച്ച് സ്തുതിച്ച് ശബ്ദത്തോടെ ഒന്ന് സ്തുതിച്ച്. നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, അല്ലേ ദേവാസനെ? നമ്മളെ അറിയുന്ന ഒരു സമൂഹമുണ്ട്. അവരും നമ്മളെ നോക്കുമ്പോൾ തന്നെ നമ്മുടെ ചരിത്രം അവർക്കറിയാം. നിന്റെ ചരിത്രം കണ്ട് അവിടെ നെഗറ്റീവ് അടിക്കുന്നെങ്കിൽ അവിടെ ക്രിസ്തുവിനെ ഉയർത്താൻ പറ്റത്തില്ല. പക്ഷെ ഒരു പിടിയുമില്ലാതിരിക്കുമ്പോ, ഒരു ചാൻസും ഇല്ലാതിരിക്കുമ്പോ, ഒരു വഴിയുമില്ലാതിരിക്കുമ്പോ യേശു ഇടപെട്ട് നിന്റെ ചരിത്രം മാറുമ്പോ യേശു അവിടെ ഉയരുക. തന്നെ സൂക്ഷിച്ച് അരമടിച്ച് ഈ രാത്രി പറ, എന്റെ ചരിത്രം മാറുന്ന രാത്രിയായിരിക്കും. എന്ന് പറ, എന്റെ ചരിത്രത്തെ സ്വർഗ്ഗം തിരികെയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ഈ രാത്രി സ്വീകരിക്കുക. ശ്വാസത്തോടെ ചൂണ്ടേറ്റെടുക്കാവോ? എന്റെ ചരിത്രം മാറിയ നിന്നെ കാണുന്നവൻ യേശുവിനെ കാണും. അതല്ലേ ഏറ്റവും വലിയ സ്തോത്രം. മനസ്സിലാകുന്ന നീ വാദവരാതെ പ്രസംഗിക്കേണ്ട കാര്യം വരത്തില്ല, നീ ട്രാക്ട് കൊടുക്കേണ്ട കാര്യം വരത്തില്ല, നീ മെനക്കെടേണ്ട കാര്യം വരത്തില്ല. നിന്റെ അവസ്ഥ ഒന്ന് ചേഞ്ചായ പരിശുദ്ധാത്മാവ് ഈ രാത്രി ഒരു ദൂത് പറയുന്നു ദേവദാസനെ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ റിസൾട്ട് ആയിട്ട് ജനത്തിന്റെ ചരിത്രത്തെ സ്വർഗം മാറ്റും. ജനത്തിനെ അത്ഭുതം
ബാക്കി ഭാഗത്തിലേക്ക് ഒന്ന് വരാൻ 2 കഥാപാത്രങ്ങൾ അവിടെ ഉണ്ട്. 2 കഥാപാത്രം. ഒന്ന് നസ്രത്തുകാരനായ യേശു, വിവരിക്കേണ്ട ആവശ്യമില്ല, സ്തോത്രം അല്ലേ? യേശുവിനെ കുറിച്ച് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ? യേശുവിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഒരു സൈഡിൽ യേശു, മറു സൈഡിൽ കുരുടനായ ഭിക്ഷുക്കാരൻ. 2 പേരുടെ ക്വാളിറ്റി പറഞ്ഞുതരാം. യേശു നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർ സെറ്റിന്റെ ഭാഷ പറഞ്ഞ, പിള്ളേരെന്ന് പറഞ്ഞ ഒരു 35 വയസ്സിന് താഴോട്ടുള്ളവരുടെ ഭാഷ പറഞ്ഞ, അവരോട് ചോദിച്ചാൽ, നമ്മളല്ല കേട്ടോ ഭാഷ, പിള്ളേരെ അവരോട് ചോദിച്ചാൽ അവർ പറയും യേശു ആരാ? യേശു നമ്മുടെ ചെങ്കാണെന്ന് പറയും. നാട്ടിലെയാ, നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. യേശു ആരാ? യേശു ഞങ്ങളുടെ ചെങ്ക്. ശരിയില്ലേ സ്തോത്രം? പിള്ളേരങ്ങനെയൊക്കെയല്ലേ പറയും. സ്തോത്രം. മക്കളെ എന്നെ ശ്രദ്ധിക്കണേ, ശരിയാ വാക്കിൻ്റെ അർത്ഥം. കർത്താവ് നിങ്ങൾക്ക് ചങ്കായിട്ടുണ്ട് കേട്ടോ. കർത്താവ് ചങ്കായിട്ടുള്ളപ്പോൾ വേറെ ചങ്ക് തപ്പിപ്പോരുത്. എൻ്റെ ഭാഷ പറയാം, വേറെ ചങ്ക് തപ്പിപ്പോരുത്. ആ ചങ്ക് നിന്നെ തേച്ചു പോകും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ പറയേണ്ടവർ പറഞ്ഞു. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. ആ ചങ്ക് നിന്നെ മുക്കിയിട്ട് പോകും. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് മീറ്റിങ്ങിന് പോയി, വാസ കേരളത്തിലാണ്. എന്നെ മീറ്റിങ്ങിന് വിളിച്ചു. അപ്പോൾ അവരെന്നെ വണ്ടിയിലൊക്കെ ഇറക്കി കൊണ്ടുപോയി ഒരു ഓഫീസിൽ കൊണ്ടിരുത്തി. ജമ്മം ചെയ്തിട്ട് ഇവരെന്നെ ചർച്ചിനകത്തോട്ട് കൊണ്ടുവന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞിടാ കൊച്ചു, അവിടെ പാട്ടൊക്കെ ഉണ്ട്, എനിക്ക് പാട്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പാടാൻ അറിയത്തില്ലെങ്കിലും ആരാധിക്കാൻ പറ്റുമോ? കുറേ നേരം കഴിഞ്ഞപ്പോൾ ഇവന്മാരെ കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചൂടായി. എനിക്കവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതുപോലുള്ളൊരു ഹാള് അവിടുന്ന് തുറന്നു. കുറ്റിയിരുട്ട്. സ്തോത്രം. ഭയങ്കര ഇരുട്ട്, ഒന്നും കാണത്തില്ല. കുറേ ലൈറ്റൊക്കെ ഇങ്ങനെ കത്തി മറിഞ്ഞ് കറങ്ങുന്നു. ഞാൻ അന്നൊക്കെ ഒരു വിധത്തിൽ വലിച്ചു തുറന്നു നോക്കിയാൽ ഭയങ്കര പുക, മഞ്ഞപ്പുക, പച്ചപ്പുക, ചുമലപ്പുക, എല്ലാ പുക ഇങ്ങനെ നിൽക്കുക. സത്യം ഈ പുകയെല്ലാം കണ്ടപ്പോൾ ഞാൻ ഓർത്തുള്ള ദൈവതേജസ് ഇറങ്ങിയ നമുക്ക് പണി എളുപ്പമായിരുന്നു എന്ന് ഓർത്ത് സ്തോത്രം എന്നെ കൊണ്ട് കസേരയിൽ ഇരുത്തിയപ്പോഴത്തേന് ഞാൻ നോക്കിയപ്പോൾ സ്തോത്രം ഒരുത്തം നിന്ന് പാടുക, ചങ്കേ ചങ്കേ. പാട്ടാണോ അലർച്ചയാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇവൻ അങ്ങ് നിന്ന് കത്തിക്കുക, ചങ്കേ. നിങ്ങളാരും കേട്ടിട്ടില്ലേ? സ്തോത്രം. ഉണ്ടെന്ന് അങ്ങനെ ഒരു പാട്ടുണ്ട്. പിന്നെ ഞാൻ തപ്പിപ്പോ ചങ്കേ. സ്തോത്രം. ദേഷ്യം വന്ന് ലൈറ്റ് ഇടാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയാണ്, ലൈറ്റ് ഇട്ടില്ല, ഞാനിപ്പോൾ വീട്ടിൽ പോകുന്നു പറഞ്ഞു. ലൈറ്റ് ഇട്ടപ്പോഴാളെ ഞാൻ കണ്ടത്. ചുമല കളറ്, പച്ച കളറ്, മഞ്ഞ കളറെല്ലാം മാറ്റി. സ്തോത്രം. ലൈറ്റ് ഇട്ടപ്പോൾ കുറേ ആൾക്കാരുണ്ട്. സ്തോത്രം. ഒരുത്തൻ സ്റ്റേജിൽ നിന്ന് അവൻ പിന്നെ എന്നെ നോക്കിയിട്ട് ഞാൻ അവനെ നോക്കി. അപ്പോഴും പാടുക, ചങ്കേ. അന്നാ എനിക്ക് സാധനം കിട്ടിയത്. പിള്ളേർ കർത്താവിനെ വിളിക്കുന്ന ചങ്കെന്നാണ്. എന്നിട്ട് അതിൻ്റെ അവസാനം കൊണ്ട് നിർത്തുന്നത് യേശുവേ എന്ന് വിളിക്കുക. പാട്ടൊന്നും അല്ല, അവനൊന്നും അല്ലത്. സ്തോത്രം. അപ്പൊ ചങ്കായിട്ട് യേശു നിൽപ്പുണ്ട്. ഒരു സൈഡിൽ കർത്താവായ യേശു ക്രിസ്തു, മറു സൈഡിൽ നിൽക്കുന്നവൻ, അവന്റെ ക്വാളിറ്റി വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. അവൻ കുരുടനാണ്, അവൻ ഭിക്ഷക്കാരനാണ്. അങ്ങനെയല്ല എഴുതി വെച്ചിരിക്കുന്നത്. കുരുടനായ ഭിക്ഷക്കാരൻ. എന്നെ ഒത്തിരി അത് ചിന്തിപ്പിച്ചു. അവൻ കുരുടനാണ്, അവൻ ഭിക്ഷക്കാരനാണ്. ഒന്നുകൂടെ ഞാൻ അത് എടുത്തു പറയുക. അവൻ കുരുടനാണ്, 2 അവൻ ഭിക്ഷക്കാരനാണ്. ഇതിന്റെ ഒരു ആത്മീയ അർത്ഥം പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയ ഞാൻ പറയാം. 1 അവനൊരു രോഗിയാണ്, 2 അവനൊരു ദാരിദ്ര്യവാസിയാണ്. ഒന്നുകൂടെ ഞാൻ പറയാം. 1 അവനൊരു രോഗിയാണ്, 2 അവനൊരു ദാരിദ്ര്യവാസിയാണ്. ഈ രാത്രി പരിശുദ്ധാത്മാവിനോട് പൊരുൾ തിരിച്ചു പറയാൻ പറയുന്നു. ഇതിനകത്തിരിക്കുന്ന ജനത്തിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് വേണ്ടാത്ത രോഗശക്തികളെ അടർത്തി വിട്ട് നിന്നെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുന്ന ഒരു പന്ന പിശാചിനെ ഈ രാത്രി സ്വർഗ്ഗമായിട്ട് ചെയ്യുക. വേണ്ടവരെന്ന് കയറി പിടിച്ച് ഈ രാത്രി അതിനെ ഒന്ന് കുടഞ്ഞു കളയണം. നിന്നെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുന്ന ചില രോഗശക്തികൾ ഈ പ്രാരംഭത്തിൽ
പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഇതിനകത്ത് ഈ അവസാന ദോഷം ഇന്ന് രാത്രി സ്വർഗം തന്റെ ദൂതന്മാരെ ഇറക്കും. പറഞ്ഞു നിന്റെ ശരീരമാകട്ടെ, അല്ല നിന്റെ കുടുംബത്തിലുള്ളതിന്റെ ശരീരമാകട്ടെ, നിന്റെ പേരൻസിന്റെ ശരീരമാകട്ടെ, അത് രോഗാത്മാവിനെ കയറി നിരങ്ങാനുള്ളതല്ല. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നിന്റെ ശരീരം നിറയാ. ഈ രാത്രി കാണിച്ച്, ഈ രാത്രി ഞാൻ ഒത്തിരി വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്നൊരു മനുഷ്യനാണ്. കഴിഞ്ഞിടയ്ക്ക് ഒരു രാജ്യത്ത് ചെന്നപ്പോ അവിടുത്തെ ഒരു ചെറുപ്പക്കാരൻ, ഒരു യങ് ഫാമിലി എന്നെ കണ്ടിട്ട് പറഞ്ഞു, പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ പൊന്ന് ഭാഷ എങ്ങനെയാണ്, ഞാൻ കറക്റ്റായിട്ട് ഇത്ര പൈസ അടിച്ചു കൊടുക്കും. അടുത്ത വാക്ക്, എൻ്റെ പാസ്റ്ററെ, എൻ്റെ പപ്പായി മമ്മി ആ പൈസ കൊണ്ട് ഒരു 2 കിലോ പോത്തിറച്ചി മേടിച്ച് കഴിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷം. നിങ്ങൾക്ക് മനസ്സിലായോ? അതോ എന്തോ കണ്ട് എന്തോ വലിയ ഗൗരവത്തിൽ എന്നെ നോക്കിയിരിക്കുന്നത്? ഇത് ദുഷ്ടന്റെ രഹസ്യ അജണ്ടയാണെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഈ രാത്രിയിൽ ഈ അന്തരീക്ഷത്തിൽ നീ ദൂതേറ്റെടുത്ത് ഇതിനൊരു ആമേൻ പറഞ്ഞ് നന്നായിട്ടൊന്ന് ആരാധിച്ചാൽ പൊട്ടാത്ത ഒരു രോഗശക്തി നിന്റെ മുമ്പിലില്ല, നിന്റെ കുടുംബത്തിലില്ല. ഈ രാത്രി വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കയറി പിടിച്ച് ഈ രാത്രി കർത്താവിനെ സ്തുതിക്കാവോ? ഈ രാത്രി ചേർന്ന് പൊളിയാ. നിന്റെ കുടുംബത്തിനകത്ത് ഉടലിച്ച് നിൽക്കുന്ന ആ ദുരാത്മാവല്ല ഈ രാത്രി പൊട്ടുക, ഈ രാത്രി പൊളിക്കുക, ഈ രാത്രി അറിയുക, ഈ രാത്രി നിന്റെ ചരിത്രം തിരിയുക. മനസ്സിലാകുന്നുണ്ടോ? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, നിന്റെ ചരിത്രം തിരിയുന്ന രാത്രിയായി രാത്രി. മനസ്സിലാകുന്നുണ്ടോ? കുരുടനായ ഭിക്ഷക്കാരൻ, അവൻ എന്നും കുരുടനായിട്ടിരിക്കുകയായിരുന്നെങ്കിൽ അവനെ കുറിച്ച് പുസ്തകത്തിനകത്ത് വരത്തില്ല. മനസ്സിലാക്കണം, അവനെന്നും കുരുടനായിട്ടിരിക്കുകയാണെങ്കിൽ അവനെ ആരും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ കർത്താവ് വന്ന് അവന്റെ ചരിത്രം അങ്ങോട്ട് തിരിഞ്ഞപ്പോ ഇന്ന് രാത്രിയിലും നമ്മൾ അവന്റെ കാര്യമോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ജനത്തിന്റെ ചരിത്രം മാറുമ്പോ എന്റെ ചരിത്രം ഈ രാത്രി മാറുകയാണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എത്ര പേരത് സ്വീകരിക്കും? യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അത് സംഭവിക്കട്ടെ. ദേവദാസന്റെ പരിശുദ്ധാത്മാവിനോട് ഒരു ആലോചന പറയുന്നു. അസാധാരണ രോഗശക്തിയുടെ മേലുള്ള ഒരു അധികാരം ഈ രാത്രി സഭയിൽ വീഴാൻ പോവുക. നിങ്ങളിലത് പകരപ്പെടാൻ പോവുക. നിങ്ങളത് സ്വീകരിച്ചു. നീ എഴുന്നേൽക്കുമ്പോ രോഗശക്തികൾ പിടികിടാൻ പറ്റില്ല. നീ എഴുന്നേൽക്കുമ്പോ രോഗത്തിന്റെ ബന്ധനങ്ങൾ കേട്ട് ഈ രാത്രി നീ സംഭവിക്കുക. ഇതൊരു ആമേൻ പറയാൻ പറ്റുമോ? പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ സഭയ്ക്കകത്തോട്ട്
ആ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം ഈ രാത്രി സംഭവിക്കുക. എന്താ? രോഗിയെ കാണുമ്പോ ഒത്തിരി നേരം കുലുങ്ങി അന്യഭാഷ പറയണ്ടാത്ത രോഗിയുടെ ശരീരത്തിൽ ആവരിച്ചു നിൽക്കുന്ന ആ രോഗാത്മാവിന് നിന്റെ സാന്നിധ്യം അടിക്കുമ്പോ അവൻ ഇറങ്ങിപ്പോകുന്ന അവന്റെ ക്വാളിറ്റി മനസ്സിലായല്ലോ. അവന്റെ ക്വാളിറ്റി മനസ്സിലായല്ലോ. അവന്റെ വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് വിശേഷിപ്പിച്ചിരിക്കുന്നത് കുരുടനായ ഭിക്ഷക്കാരൻ. ഹല്ലേലൂയ. ഈ രാത്രി ഒരു കാര്യം പറയാം. ദൈവജനം ഒരു കാര്യം മാത്രം പറയണം. ഇത് ഏറ്റവും അധികം എഫക്റ്റ് ആകുന്ന ദൂത് ഈ നാട്ടിലാണ്. സീരിയസ്ലി നിങ്ങൾ നന്നായിട്ട് ഉറക്കവും കളഞ്ഞു, നല്ല ഫുഡും കഴിക്കാതെ, വേണ്ട വിധ സുഖവും ഇല്ലാതെ, എൻ്റെ ഭാര്യ പറഞ്ഞ നേരെ ചുവണ്ണം തുണി പോലും കഴുകാതെ ഇവിടെ കിടന്ന് അധ്വാനിച്ച് ഇവിടുന്ന് കിട്ടുന്ന നന്മ, ഞാൻ എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നത് കേട്ടോ. ഇവിടുന്ന് കിട്ടുന്ന നന്മ വല്ലവന്റെ ആശുപത്രി കൊണ്ട് കൊടുക്കാനുള്ളതല്ല. വേണമെങ്കിൽ അത് സ്വീകരിച്ചു. ചിന്ത വേറെ ലെവലിൽ ഒന്നും പോകണ്ട. അത് നിനക്കുള്ള നന്മയാണ്. ഇനി നന്മ കൂടിയ സഭയ്ക്കകത്ത് കൊണ്ടുപോവാ. ചർച്ച അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ രാത്രി പരിശുദ്ധാത്മാവ ദൂത് കൈമാറി പറയാ, എന്നോട് പറയാ, ഈ ഉപവാസ പ്രാർത്ഥനയോട് ഈ അവസാന സെക്ഷന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ചില രോഗത്തിന്റെ ശക്തിയെ ഈ രാത്രി കീഴടങ്ങുക എന്ന് പറഞ്ഞ പേര് പറഞ്ഞ് നിങ്ങൾ കുടുംബത്തിനകത്തുള്ള രോഗിയുടെ പേര് പറഞ്ഞ് ഇന്ന് രാത്രി സൗഖ്യത്തിന്റെ കരം അവിടെ നീട്ടപ്പെടുകയാണെന്ന് ധൈര്യത്തോടെ പറഞ്ഞേ. ഹല്ലേലൂയ. അതാവന്റെ ക്വാളിറ്റി, അതാവന്റെ ക്വാളിറ്റി. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഈ പാരഗ്രാഫ് വായിച്ചപ്പോഴേ 4 കാര്യം കർത്താവിനോട് ഇടപെട്ടെ. വേഗത്തിൽ പോവാം. 4 കാര്യം. ഈ പാരഗ്രാഫ് മൊത്തം വായിച്ചു വായിക്കണ്ട, എന്നെ നോക്കിയാൽ മതി. 2 കഥാപാത്രങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഒന്ന്, യേശു ഇവന്റെ ജീവിതത്തിൽ വന്നു, യേശു ഇവന്റെ ജീവിതത്തിൽ നിന്നു, യേശു ഇവന് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. 4മതൊരു പോയിന്റ് ഉണ്ട്, കുരുടനായ ഭിക്ഷക്കാരൻ. അതുകൊണ്ട് യേശുവിന് വേണ്ടി ആകേണ്ടതുപോലെ തീർന്നു. കർത്തൃമേശയുടെ മുമ്പിൽ ഈ പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോയാൽ മതി. യേശുവിന്റെ ജീവിതത്തിൽ വന്നു, യേശുവിന്റെ ജീവിതത്തിൽ നിന്നു, യേശുവിന് വേണ്ടി അത്ഭുതം ചെയ്തു. 3 കാര്യം തമ്പുരാൻ ഇങ്ങോട്ട് ചെയ്തു. 4മതൊരു കാര്യം ഇവൻ അങ്ങോട്ട് ചെയ്തു. എന്താ ചെയ്തതെന്നറിയോ? അവനാകേണ്ടതുപോലെ ആയിത്തീർന്നു. അതെവിടെ ഭാഷ അത് എഴുതിയിരിക്കുന്നത്? അവനാകേണ്ടതുപോലെ ആയോണ്ട ജോലി അവന്റെ പേര് ഉദ്ധൃതി വന്ന് അല്ല, അവന്റെ പേര് ഉദ്ധൃതി വരത്തില്ല. അപ്പൊ ഒന്ന് ചോദിക്കട്ടെ, ഈ 100% കണക്കെടുത്താൽ എത്ര ശതമാനമാ യേശു ഇങ്ങോട്ട് ചെയ്തത്? കണക്ക് പിടിച്ചപ്പോ ഞങ്ങളൊന്നും സ്കൂളിൽ പോയില്ല സാറേ. സ്തോത്രം. എത്രയാ? 4 കാര്യം അവിടെ ഇവിടെ നടന്നത്. 3 കാര്യം കർത്താവ് ഇങ്ങോട്ട് ചെയ്തതാ അല്ലേ? വന്നു, നിന്നു, അത്ഭുതം പ്രവർത്തിച്ചു. ഇവൻ ഒരു കാര്യം മാത്രമേ അങ്ങോട്ട് ചെയ്തുള്ളൂ. ചെയ്തതാ ആകേണ്ടതുപോലെ. അപ്പൊ എത്ര ശതമാനം? എന്തൊക്കെ സാർ ഏറ്റവും വലിയ ക്വാളിറ്റി ചോദ്യം ചോദിക്കുമ്പോ എന്നൊക്കെ പറഞ്ഞ് വേണ 2 കണ്ണു ഉരുട്ടി കാണിച്ച് വേണ എന്നോട് ദൂതും പറയും. സ്തോത്രം. ചോദ്യത്തിന് ആൻസർ പറയാം. എത്ര ശതമാനം? 75. ആരെ കാണുന്നു പറഞ്ഞത്? സ്തോത്രം. അച്ഛൻ കർത്താവ് അനുഗ്രഹിക്കും. കണക്കി നല്ല മിടുക്കനാ പുള്ളി. സ്തോത്രം. 75% കർത്താവ് ഇങ്ങോട്ട് ചെയ്തു. 25% അവൻ അങ്ങോട്ട് ചെയ്തുള്ളൂ. ഈ രാത്രി ഒരു ദൂത കർത്തൃമേശയുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് കർത്താവ് വന്നില്ലേ? നിന്റെ കുടുംബത്തിനകത്ത് ഇന്നും കർത്താവ് നിൽക്കുകയല്ലേ? അത്യാവശ്യം പിടിവിടുന്ന സമയത്ത് അത്ഭുതത്തിന്റെ കരവുമായിട്ട് സ്വർഗം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യല്ലേ? ഇത് 75% നിനക്ക് വേണ്ടി ഇങ്ങോട്ട് ചെയ്യുമ്പോ 1 മാത്രമേ കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ. നീ ആകേണ്ടതുപോലെ യേശുവിന് വേണ്ടി ആയിത്തീരുക. ഇന്ന് രാത്രി ആരോടോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നീ ആകേണ്ടതുപോലെ ആയിട്ടില്ലെങ്കിൽ ഈ രാത്രി ഒന്ന് സമർപ്പിക്കാം.
അല്ലെന്ന്. കർത്താവിന് നമ്മളോട് ഇഷ്ടം അത്രേ ഉള്ളൂ. ഓരോ അത്ഭുതം നടത്തി കഴിയുമ്പോഴും നീ ആ നന്മയൊക്കെ മേടിച്ചിട്ട് മുമ്പേ പ്രിയ സിസ്റ്റർ സാക്ഷ്യം പറഞ്ഞതുപോലെ 8 മാസം 9 മാസം എത്രയോ ഞാൻ കറങ്ങി, കർത്താവെ നന്ദി കർത്താവെ എന്നൊക്കെ പറഞ്ഞിട്ട് പോകാൻ നേരത്തെ എൻ്റെ അരുമനാഥനായ ക്രിസ്തു ഒരു കാര്യം കൂടെ നിന്റെ വായിൽ നിന്ന് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും. അതിനുവേണ്ടി അപ്പച്ചൻ നിന്റെ അടുത്ത് നിൽക്കുന്നത്, അപ്പാ ഈ പ്രാവശ്യം കൊണ്ട് ഞാൻ ആകേണ്ടതുപോലെ ആയിക്കൊള്ളാം അപ്പ. ഈ രാത്രി ആരോടോ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. നിനക്ക് തരുന്ന നന്മ നിന്നെ ഒന്ന് പണിതെടുക്കാൻ വേണ്ടിയാ, നിന്നെ കഷ്ടതയിലൂടെ കടത്തിവിട്ടത് നിന്നെ ഒന്ന് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയാ, പണിയാൻ വേണ്ടിയാ. അതിന്റെ അവസാനത്തെ റിസൾട്ട് ഇങ്ങനെയാകട്ടെ. അപ്പായേ ഞാൻ ആകേണ്ടതുപോലെ ആകാം, അപ്പന്റെ ഇഷ്ടം പോലെ എന്നെ അങ്ങ് നടത്തണമെന്ന് പറയാം. രാത്രി എത്ര പേർ തീരുമാനിക്കും? പരിശുദ്ധാത്മാവ് സമ്പാദിക്കുക നിങ്ങളോട്. പലപ്പോഴും നന്മകൾ കിട്ടാൻ വേണ്ടി പണിപ്പെടുന്നവരാ നമ്മൾ. നന്മയുടെ പുറകെ നമ്മൾ ഓടുന്നവരാ. ഓരോ പറച്ചിലും ഓരോ കരച്ചിലും പരിമിതിയില്ലാതെ നിനക്ക് വേണ്ടി നന്മ ഇറക്കി തരുന്ന എന്റെ നാഥൻ നിന്നിൽ നിന്ന് ഒന്നു മാത്രം ആഗ്രഹിക്കുന്നു, ആകേണ്ടതുപോലെ ആകുക. ഈ രാത്രി സ്വയമേ ഒന്ന് ചിന്തിച്ച്, നീ ആകേണ്ടതുപോലെ ആയിട്ടുണ്ടോ? നീ ആകേണ്ടതുപോലെ ആയിട്ടുണ്ടോ? എനിക്കൊരു കാര്യം അറിയാം പാസ്റ്ററെ, എന്റെ മുമ്പിലിരിക്കുന്ന ഈ വിശ്വാസ സമൂഹം ഓരോരുത്തർ വെച്ച് ആകേണ്ടതുപോലെ ആയിക്കഴിഞ്ഞാൽ ഈ ഹാള് പറ്റത്തില്ല നിങ്ങൾക്ക് ആരാധിക്കാൻ. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഈ ഏറിയ പറ്റത്തില്ല നിങ്ങൾക്ക് ആരാധിക്കാൻ. കാരണം ആകേണ്ടതുപോലെ ആയിക്കഴിഞ്ഞാൽ നിന്നിലൂടെ റിസൾട്ട് പുറത്തു വരിക. നീ യേശുവിന്റെ ഭക്തമായി മാറുക. ഇന്ന് രാത്രി തീരുമാനിക്കുക. ചങ്ക് തകർന്നല്ലേ ഓരോ പ്രാവശ്യം യേശു തിരിച്ചു പോകുന്നത്? അല്ലേ? ചങ്ക് തകർന്നല്ലേ നിന്റെ അടുത്തുനിന്ന് യേശു പറ്റി പോകുന്നത്? നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? ഓരോ നന്മയും കിട്ടുമ്പോ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് വേണേ പാസ്റ്റർക്കും കൊടുക്കും, വരുന്നവർക്കും കൊടുക്കും. പക്ഷെ കർത്താവിന്റെ അല്ല നോക്കുന്നത്, നീ ആകേണ്ടതുപോലെ ആകുന്നുണ്ടോ? എന്റെ ജീവിതത്തെ തിരിച്ചു മറിച്ചൊരു പ്രസംഗമാണ് ഞാൻ പ്രസംഗിക്കുന്നത്. പ്രസംഗിക്കാൻ എല്ലാവർക്കും പറ്റും, എളുപ്പമാണെന്ന്. പാട്ടുപാടാനും കുഴപ്പമില്ല. ആലയത്തിൽ വരുമ്പോൾ നമുക്ക് എന്ത് വേണേലും കാണിക്കാം. പക്ഷെ ആകേണ്ടതുപോലെ ആയി കഴിയുമ്പോ നമ്മളിൽ ക്രിസ്തു വെളിപ്പെട്ടു നിൽക്കും. ഹല്ലേലൂയ. യേശു നമ്മളിൽ എഴുന്നേറ്റ് നിൽക്കും. യേശുവിന്റെ സ്വഭാവം നമ്മളിലേക്ക് വരും. അവൻ നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോ നമ്മളെ കാണുന്നവർ യേശുവിനെ കാണുന്ന ഒരത്ഭുതത്തിലേക്ക് ഈ രാത്രി എത്ര പേർ നടത്തപ്പെടും? തിരുമേശയിലേക്ക് കൈനീട്ടുന്നതിന് മുമ്പ് ഒന്ന് തീരുമാനിക്കാവോ? അപ്പാ ഞാൻ ആകേണ്ടതുപോലെ. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതായി വാക്ക്. നീ ആകേണ്ടതുപോലെ ആകും. ഇവനവിടെ ഇരിക്കുക. ഇവന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞ കുരുടനാണ്, ഭിക്ഷക്കാരനാണ്. ആ സമയത്താണ് യേശു വരുന്നതെന്ന് കേട്ടത്. വേഗത്തിൽ ഓടിച്ചുവിടാം. ഒറ്റ കാർച്ചകാരൻ, നസറേത്തുകാരനായ യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ അലറുക. അതിന്റെ നെക്സ്റ്റ് വാക്യം വീട്ടിൽ പോയി വായിച്ചാൽ മതി. വാക്ക് മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചു. എങ്ങനെയാ മിണ്ടാതിരിടാ? ആരായിരിക്കും കുഞ്ഞുങ്ങളെ ഈ ഭിക്ഷക്കാരനെങ്കിൽ ശാസിച്ചത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, ആ കൾച്ചർ പഠിച്ചാൽ ഭിക്ഷക്കാരൻ നീണ്ട നിലയിലേ ഇരിക്കുന്നത്. ഒറ്റയ്ക്കും പെട്ടയ്ക്കുമല്ല, ഇങ്ങനെ ലൈൻ. അവർക്കൊരു ഏരിയ ഉണ്ട്. അപ്പൊ ഇടത്തും വലതും എല്ലാം ഭിക്ഷക്കാരായിരിക്കുന്നത്. യേശു വരുന്നതെന്ന് കേട്ടപ്പോ ഇവനൊരു കാഴ്ച കറി. ഇടത്തിരുന്ന് വലത്തിരുന്ന ഭിക്ഷക്കാരൻ പറഞ്ഞിടാ മിണ്ടാതിരിട, നീ ഒച്ച വെക്കാനിട, നീ കാറിയാലില്ലെങ്കിലും നിനക്ക് കിട്ടാനുള്ള 50 പൈസ 1 രൂപയും നിനക്ക് കിട്ടും. അവൻ പറഞ്ഞു, ഇന്ന് എനിക്ക് കിട്ടാൻ പോകുന്നത് എനിക്ക് ആരുടെ 50 പൈസ അല്ല. എനിക്ക് കിട്ടാൻ പോകുന്നത് ആരും ഔദാര്യമായിട്ട് തരുന്ന 1 രൂപ അല്ല. എനിക്ക് കിട്ടാൻ പോകുന്നത് നിത്യനായ രക്ഷകനെയാ.
അവനാ നടന്നു വരുന്നത്. ഈ രാത്രി ഒരു ദൂത് പറയട്ടെ. നിന്റെ ഇടത്തിരിക്കുന്നവർ വലത്തിരിക്കുന്നവർ നീ ആരാധിക്കുമ്പോൾ ചിലപ്പോൾ പറയും, എടാ നീ ആരാധിക്കാതെ, നീ ഒച്ച വെക്കാതെ, നീ എന്തിനാ ഇങ്ങനെ കിടന്ന് കാറുന്നത്, ഇങ്ങനെ കിടന്ന് അകറുന്നത്? എന്നാൽ അകത്ത് വെളിച്ചം കിട്ടിയവന് ഈ കാറാൻ പറ്റത്തുള്ളൂ. അകത്ത് വെളിപ്പാട് കിട്ടിയവന് അന്യഭാഷ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. അകത്ത് വെളിപ്പാട് കിട്ടിയവന് വെളിപ്പാട് കിട്ടാത്ത പാർട്ടികളെ ഇടത്തും വലതും ഇരുന്ന് മാത്രം 4 അന്യഭാഷ കൂടുതൽ പറഞ്ഞാൽ നമ്മൾ നോട്ടട. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന് കർത്താവിനെ നന്നായിട്ടൊന്ന് ആരാധിച്ചാൽ, അയ്യേ ഇവനൊരു സ്റ്റാൻഡേർഡ് ഇല്ല. എന്തിന് സ്റ്റാൻഡേർഡ്? അരിമനാഥനായ ക്രിസ്തുവിനെ ആരാധിക്കാൻ എന്ത് സ്റ്റാൻഡേർഡ്? ഇന്ന് രാത്രി അകത്ത് വെളിപ്പാട് കിട്ടിയവരോട് പറയുക, ആരാധിക്കാൻ ഒരു ചാൻസ് കിട്ടിയ നന്നായിട്ട് നമ്മളെ ആരാധിച്ചോളൂ. ഇവന്റെ ഒറ്റ വെളിപ്പുറത്ത് യേശുവിടെ നിന്നു. ഞാൻ വിചാരിച്ചതേ, യേശു നിന്നിട്ട് ഓടിപ്പോയി യേശുവിന്റെ തലയിലോട്ട് കൈവെക്കും, മോനെ നീ സൗഖ്യമാകും എന്ന് പറയുന്ന ഞാൻ വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല. യേശു അവിടെ നിന്നു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വിട്ട് അവനെ വിളിച്ചോണ്ട് വരാൻ. അതുകൊണ്ട് അവിടെ ഗുരു നിന്നെ വിളിക്കുന്നു എന്ന് പറയാൻ കാരണം ശിഷ്യന്മാരാ പോയത്. നമ്മുടെ ചില ചിന്താഗതികൾ ഈ രാത്രി മാറും. ശ്രദ്ധിച്ചേ, പല സാഹചര്യങ്ങളിലും യേശു ഇങ്ങോട്ട് ഡയറക്റ്റ് വരത്തൊന്നുമില്ല. തന്റെ അഭിഷിക്തന്മാരെ കൊണ്ടോ അഭിഷിക്തമാരെ കൊണ്ടോ നിന്നോടുള്ള ആലോചന അറിയിക്കും. അത് ചിലപ്പോൾ മുമ്പിലിരിക്കുന്ന കൊച്ചു കുഞ്ഞായിരിക്കാം. നിന്നോട് നീ പറയുന്നത് കേട്ട് നീ അനുസരിച്ചാൽ നിന്റെ വിടുതൽ അവിടെ നടക്കുക. നിനക്ക് വേണ്ടുന്ന ഡോർ അവിടെ തുറക്കപ്പെടുക. ആരാ വിളിച്ചെന്നല്ല നീ ചോദിക്കേണ്ടത്, ആ വിളിയുടെ പുറകിലുള്ള ഉടമ ആരാന്ന് മനസ്സിലാക്കി, ആ ശബ്ദത്തിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തി എന്തെന്ന് മനസ്സിലാക്കി നീ ഒന്ന് സമർപ്പിച്ച. അവനെ വിളിപ്പില്ലെന്ന് പറഞ്ഞ അവനെ വിളിച്ചു. അവിടെ എഴുതി അത് പറഞ്ഞിട്ടിരിക്കുകയാണ്. അവിടെ വ്യക്തമായിട്ടിരിക്കുന്നു, യേശുവിന്റെ അടുത്തേക്ക് പോകാൻ അവൻ എഴുന്നേറ്റപ്പോൾ അവൻ ആദ്യം ചെയ്ത കാര്യം അവിടെ പറയുന്നുണ്ട്. അവൻ തന്നെ പറഞ്ഞു ഇതറിയാവുന്നല്ലേ, അവൻ തന്നെ പുതപ്പ് ഇട്ട് കളഞ്ഞിട്ട താൽ എടുത്ത് ദൂരോട്ട് കളഞ്ഞിട്ട് യേശുവിന്റെ അടുക്കിലേക്ക് പോയി. മനസ്സിലായോ? പറഞ്ഞു എന്തുവാ കളഞ്ഞത്? പുതപ്പ്. ആരുടെ പുതപ്പ്? എന്തോ കുരുടനായ, എന്റെ പേടിയല്ല പറഞ്ഞു, കുരുടനായ വിശക്കാരൻ, നല്ല ഒരു ഒത്ത വിശക്കാരൻ, മലയാള ഭാഷ ഒരൊത്ത വിശക്കാരൻ രാവിലെ വീട്ടിലോട്ട് കയറി വരിക. ഒലിയൊക്കെ കിട്ടിയതല്ലേ, നാട്ടിലാന്നിരിക്കും. രാവിലെ വീട്ടിലോട്ട് കയറി ഒത്ത വിശക്കാരൻ. ഒത്ത വിശക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത, നല്ല വൃത്തി ഒട്ടുമില്ലാത്ത, 1 കിലോമീറ്റർ വരുമ്പോൾ നാറ്റം വരുന്ന ഒരു വിശക്കാരൻ രാവിലെ വീട്ടിലോട്ട് വന്നു. വിളിക്കില്ല, അമ്മ അങ്ങനെയല്ലേ വിളിക്കുന്നത്. വിളിച്ചപ്പോൾ സിസ്റ്ററിലേക്ക് ഇതുപോലെ ചിരിച്ചോണ്ട് ഇറങ്ങിയിട്ടുണ്ട് സിസ്റ്റർ. എന്നിട്ട് സിസ്റ്ററിനോട് ആ വിശക്കാരൻ പറഞ്ഞു, സിസ്റ്ററെ, വിശക്കാരൊക്കെ ഭയങ്കര സ്റ്റാൻഡേർഡാണ് കേട്ടോ, അവർക്ക് നമ്മളെ കണ്ടാൽ അറിയാം ആരാന്നറിയാം. കഴിഞ്ഞ ദിവസം എന്നോട് ഒരു വിശക്കാരൻ വഴി വെച്ച് കണ്ടെച്ച് ക്രൈസ്തലോട് പാസ്റ്റർ എന്ന് പറഞ്ഞു. സ്തോത്രം. കാരണം അവർ ആ റൂട്ടിൽ തിരിക്കും സാധനം. ഹല്ലേലൂയ. സിസ്റ്ററെ കണ്ടിട്ട് പറഞ്ഞു, സിസ്റ്ററെ എനിക്കൊരു ഉപകാരം ചെയ്യണം. എൻ്റെ ഈ പുതപ്പുണ്ടല്ലോ, എൻ്റെ ഈ പുതപ്പും പാണ്ടക്കെട്ടും എല്ലാം കൂടെ ഈ സിറ്റ് ഔട്ടിൽ ഞാനൊന്ന് വെക്കുക. ഞാൻ 4 മണിക്ക് വന്നോ എടുത്തോളാം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരി ആയോണ്ട് ഇടയ്ക്ക് വെള്ളമൊക്കെ ഇടുന്നുണ്ട്. ചിലപ്പോൾ പറയും ഇവിടെ വെച്ചേക്കാൻ പറഞ്ഞു. അവൻ പോയി കഴിയുമ്പോൾ ഒന്നിക്കളായി കയ്യിലൊരു ഗ്ലൗസോ അല്ലെങ്കിൽ നീളമുള്ള ഒരു കമ്പോ എടുത്തുകൊണ്ട് വന്ന് ഈ സാധനം തോണ്ടിയെടുത്ത് ദൂരെ കൊണ്ട് കളയും. കാരണം എന്നാ? പറ, പിച്ചക്കാരൻ്റെ പറ, ആ സാധനത്തിന്റെ ക്വാളിറ്റി കൊണ്ടൊന്ന് പറ. വൃത്തിയില്ല, ഭയങ്കര സ്മെല്ലായിരിക്കും, വിഴുപ്പും ഉണ്ടായിരിക്കും,
ഒരിടത്തും വെക്കാൻ പറ്റത്തില്ല. കർത്തൃമേശയല്ലേ? ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയാം, നീ യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തെ ചുറ്റി പറ്റി കിടക്കുന്ന ആ വിഴുപ്പ് പിടിച്ച പുതപ്പ്, വേർപാടില്ലാത്ത പുതപ്പ്, ആരും അടുത്തു കൂടാൻ ആഗ്രഹിക്കാത്ത അഴുക്ക് പുതപ്പ് ഈ രാത്രിയിൽ എടുത്തു കളയാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ഒന്നുകൂടെ ഞാൻ പറയുക, ആരും ഇഷ്ടപ്പെടാത്ത ആ പുതപ്പുണ്ടല്ലോ, ദൈവത്തെ ഒട്ടു ഇറങ്ങാൻ പറ്റാത്ത പുതപ്പുണ്ടല്ലോ, ആർക്കും അടുത്തുകൂടാൻ പറ്റാത്ത പുതപ്പുണ്ടല്ലോ, വിഴുപ്പ് പിടിച്ച സ്മെല്ല് വരുന്ന നിങ്ങൾ അവതരിപ്പിച്ച അതേ സാധനങ്ങളുള്ള പുതപ്പുണ്ടല്ലോ, അതെടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിന് നിന്റെ അടുത്ത് ഇറങ്ങി വരാൻ പറ്റത്തുള്ളൂ, ദൈവിക പദ്ധതി നടക്കത്തുള്ളൂ. ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാൻ തയ്യാറാകാമോ? പലപ്പോഴും നമുക്ക് പറ്റുന്ന കുഴപ്പം ഈ വിഴുപ്പ് പിടിച്ച പുതപ്പെടുത്ത് കളയാതെയാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുന്നത്, പലപ്പോഴും അടുക്കുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, കർത്താവ് മാത്രമായി ഇങ്ങനെ പറഞ്ഞത്, ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കും. ഈ രാത്രി അങ്ങനെ വന്നവനോടാ കർത്താവ് ചോദിച്ചത്, കുഞ്ഞെ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വന്നവനോടാ കർത്താവ് ചോദിച്ചത്, ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? ഈ രാത്രി എത്ര പേർ തീരുമാനിക്കും? ഇന്ന് രാത്രി പറ, എന്റെ ജീവിതത്തിൽ കിടക്കുന്ന അഴുക്ക് പിടിച്ച പുതപ്പ് ഇപ്പോൾ ഒന്ന് മാറട്ടെ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം എന്റെ ശരീരത്തിലേക്ക് ഒന്ന് വീഴട്ടെ എന്ന് ഈ രാത്രി എത്ര പേർ പ്രാർത്ഥിക്കേണ്ടതാണ്? ആ അഴുക്ക് പിടിച്ച പുതപ്പ് കളഞ്ഞേച്ചു വന്നാൽ കർത്താവ് ചോദിക്കും, മോനെ ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിനക്ക് എന്താ ചെയ്തു തരേണ്ടത്? നമ്മൾ മലയാളികളാണ് ചോദിക്കും, അപ്പ നീ എനിക്ക് എന്താ ചെയ്തു തരേണ്ടത്? എന്താ ചെയ്ത് തന്നത്? ഒരു പുഞ്ചിരിയോടുകൂടി കർത്താവ് പറയും, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരും? എന്ത് ചെയ്തു തരും? ഈ രാത്രി നീ വിശുദ്ധനാണോ? നീ വിശുദ്ധയാണോ? നിന്റെ ഒരു ചോദ്യത്തിന് മാത്രമല്ല സ്വർഗം ആൻസർ തരുന്നത്. നീ ചോദിക്കുന്ന സകലത്തിനും പിതാവ് പുത്രനിൽ മഹത്വപ്പെടുന്നതിന്, പുത്രന്റെ നാമത്തിൽ ചോദിക്കുന്ന സകലത്തിനും അവൻ മറുപടി തരാവുന്ന ഒരു വാഗ്ദത്തമുണ്ടെങ്കിൽ ഈ രാത്രി ശരീരമെന്ന് ശുദ്ധീകരണത്തിലേക്ക്, നിന്റെ അകത്തൊരു വിശുദ്ധീകരണത്തിലേക്ക് ഈ രാത്രി ഒന്ന് നീങ്ങട്ടെ. ഈ രാത്രി എത്ര പേർ വിശുദ്ധിക്ക് വേണ്ടി ജീവിതത്തെ വേർതിരിക്കും? നിങ്ങൾ അശുദ്ധരാണെന്നല്ല ഞാൻ പ്രസംഗിക്കുന്നത്. ഈ രാത്രി സ്വർഗം ആഗ്രഹിക്കുന്നത് പുറമെയുള്ള വിശുദ്ധി അല്ലല്ലോ, അകം വിശുദ്ധമായിരിക്കട്ടെ. ഈ രാത്രി ഒന്ന് ശ്രദ്ധിച്ച്, എന്താ കർത്താവെ ചെയ്തു തരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുഞ്ചിരിയോടുകൂടി നാഥൻ പറഞ്ഞു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരും? കാരണമുണ്ട്. അവന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ കാൽവറിയുടെ കൊലക്കളത്തിൽ നമുക്ക് വേണ്ടി ഊറ്റി തന്നിട്ട് സ്വർഗീയ നീതിന്യായ കോടതി സ്വന്തം രക്തം മറുപടിയായിട്ട് കൊടുത്ത ഒരു നാഥന ഈ രാത്രി എന്നോട് സംസാരിക്കുന്നത്. എത്ര പേരൊരു പുതുക്കത്തിലേക്ക് വരും? എത്ര പേരൊരു പുതുക്കത്തിലേക്ക് വരും? പല പ്രാവശ്യങ്ങൾ ചെയ്തത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോ ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയാ, നിന്നോട് ക്ഷമിക്കാൻ തയ്യാറായിട്ട് എന്റെ നാഥൻ നിൽപ്പുണ്ട്. ഒരു നിമിഷം കണ്ണുകളെ ഒന്ന് അടച്ചാട്ടും. ഈ രാത്രി മനസ്സിലാക്ക്, എന്റെ കർത്താവ് നിനക്ക് വേണ്ടി തകർന്നത് ഈ രാത്രി നീ ഒന്ന് മനസ്സിലാക്കണം. എന്റെ അപ്പനെ നഗ്നമാക്കി നിർത്തിയിട്ട് ഒരു കൽക്കളത്തിൽ കൊണ്ട് നിർത്തി, അവനെ കുനിച്ചു നിർത്തി. എന്റെ അപ്പച്ചനെ കുനിച്ച് പോലെ നിർത്തി. എന്റെ അപ്പന്റെ ശരീരത്തിലേക്ക് രണ്ട് പടയാളികൾ, ഇടത്തും വലത്തും നിന്ന പടയാളികൾ കുതിരയുടെ പച്ചത്തോലയായിട്ട് വലിച്ചു കീറി അതിന്റെ അറ്റ തീയക്കട്ടകളും മുൾക്കൊളുത്തുകളും വെച്ച് പിടിപ്പിച്ച് എന്റെ അപ്പന്റെ പുറം അവർ ആഞ്ഞടിച്ച് തകർത്തു. എന്തിനാ തകർത്തെന്നറിയാമോ? നിന്നെ രക്ഷിക്കാൻ വേണ്ടി, നിന്റെ പാപം ചുമക്കാൻ വേണ്ടി,
രാത്രി ആ ദൃശ്യമൊന്ന് കാണാമോ? നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട നാടനെ ഈ രാത്രി നീ തള്ളിപ്പറയരുത്, നീ തള്ളിപ്പറയരുത്, നീ തള്ളിപ്പറയരുത്. എന്തിനാ എന്റെ അപ്പച്ചനെ അങ്ങനെ തകർത്തെന്നറിയാമോ? വിശുദ്ധ വേദോസം പറയുന്നവൻ കണ്ടാൽ സുന്ദരനായിരുന്നു, കോമളനായിരുന്നു. എന്നാൽ ഇപ്പോൾ അവനെ കണ്ടാൽ ആളല്ലെന്ന് തിരിച്ചറിയുമാറ് അവന്റെ രൂപം വിരൂപമായിരുന്നു. അവന്റെ പുറം അവർ ഉഴവുചാല് പോലെ അടിച്ചു കീറി. ആ ഉഴവുചാലിലൂടെ ഒഴുകി വരുന്ന രക്തം ഈ രാത്രി നിന്റെ സൗഖ്യത്തിന് കാരണമാകുന്ന രക്തമാ. ഈ രാത്രി നിന്റെ പാപം മോചിക്കപ്പെടുന്ന രക്തമാ. നിന്നിൽ വ്യാപരിച്ചു കിടക്കുന്ന അശുദ്ധി ആ ഉഴവുചാലിലൂടെ ഒഴുകി വരുന്ന രക്തം ഈ രാത്രി അത് കഴുകിക്കളയുന്ന രാത്രിയാണ്. അവൻ വീണ്ടും എഴുന്നേറ്റു ഗൊൽഗോഥയുടെ മലമുകളിലേക്ക് ചെന്നിട്ട് ക്രൂശ് വിരിച്ചു കിടത്തി അതിന്റെ മുകളിലേക്ക് എന്റെ അപ്പനെ എടുത്തെറിഞ്ഞു. കാലിൽ പാണികൾ കൈകളിൽ അടിച്ചിറക്കി, കാലിന്റെ പൊത്തയിലേക്ക് ആണി അടിച്ചിറക്കി. ആ ക്രൂശിൽ എന്റെ അപ്പനെ തൂക്കിക്കളഞ്ഞു. രണ്ട് കള്ളന്മാരുടെ മധ്യത്തിലായി, ആകാശത്തിലും ഭൂമിക്കും മധ്യത്തിലായി തൂങ്ങപ്പെട്ട് കിടക്കുന്ന എന്റെ തമ്പുരാനെ ഈ രാത്രി നിങ്ങളൊന്ന് കണ്ടേ. ആ ഭീകരമായ കാഴ്ച കണ്ടിട്ട് പറഞ്ഞേ, ഞാൻ ഇനി പാപം ചെയ്യത്തില്ല. എന്റെ അശുദ്ധി ഈ രാത്രി ആ രക്തത്താൽ ഒന്ന് കഴുകണമെന്ന് എത്ര പേര് ഈ രാത്രി പറയും? എത്ര പേര് ഈ രാത്രി സമർപ്പിക്കാൻ തയ്യാറാകും എന്ന് പറഞ്ഞേ, കർത്താവേ സമർപ്പിക്കപ്പ. എനിക്ക് വേണ്ടിയാണ് തകർന്നത്, മറ്റാർക്കും വേണ്ടിയല്ല. എനിക്ക് വേണ്ടിയാണ് തകർന്നത്, എനിക്ക് വേണ്ടിയാണ് അടി കൊണ്ടത്. ഈ രാത്രി എത്ര പേരത് പറഞ്ഞു? അവന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ അപ്പൻ നമുക്ക് വേണ്ടി ഊറ്റി തന്നു. ചരിത്രം അത് പറയുന്നു. ഒരു മനുഷ്യൻ ഒരു ആക്സിഡന്റിൽ മരിച്ച് ശരീരത്തിൽ നിന്ന് രക്തം മൊത്തം വാർന്നു പോയാലും അവന്റെ ഹൃദയത്തിനകത്ത് വീണ്ടും രക്തത്തുള്ളികൾ ശേഷിക്കുമെന്ന് സയൻസ് പറയുന്നു. ഒരു പടയാളിയോട് ചോദിച്ച് അവൻ ചത്തോ എന്ന് നോക്കുവാൻ, അവനെ കുന്തം കൊണ്ട് കുത്തുവാൻ ഒരു പടയാളി വന്നപ്പോൾ അവന്റെ വിലാപ്പുറത്തേക്ക് ഒരു കുന്തവുമായിട്ടൊരു പടയാളി വന്ന് ആങ്ങി നിറച്ചപ്പോൾ വാര്യന്റെ തുളച്ചു കയറി ആ കുന്തത്തിന്റെ അറ്റം എന്റെ അപ്പച്ചന്റെ ഹൃദയത്തിന്റെ മാംസത്തിൽ ചെന്ന് തറച്ച് ആ ഹൃദയവും പൊട്ടി തകർന്ന് അവസാനം ചരിച്ചിരുന്ന ആ രക്തവും വെള്ളവും വെളിയിൽ വന്നെങ്കിൽ അത് നിന്നോടുള്ള നീതിയല്ലേ? നിന്നോട് പറഞ്ഞ നീതി അവന്റെ അവസാനത്തെ തുള്ളി രക്തം വരെ നിനക്ക് വേണ്ടി ഊറ്റിത്തരുമെന്ന് പറഞ്ഞ നാഥൻ രാത്രി ചോദിക്കുന്നു, എത്ര പേർ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കപ്പെടും? അങ്ങനെയാണ് ഈ രാത്രി നിന്റെ ചരിത്രം മാറും, നിന്റെ രോഗങ്ങൾ മാറും, നീ അത്ഭുതമായിട്ട് പുറത്തു വരും. ഒന്ന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. എത്ര പേർ പറയും, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, പാപം എന്റെ ജീവിതത്തിൽ കൂടെ വരുന്നു, അശുദ്ധി എന്റെ ജീവിതത്തിൽ കൂടെ വരുന്നു, എന്നോട് ക്ഷമിക്കണമേ എന്ന് എത്ര പേർ പറയാൻ തയ്യാറാണ്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നിത്യദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ കഴുകണമേ. ഈ ജനത്തെ ഞാൻ പിതാവിൻ്റെയും പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിത്യമായ അനുഗ്രഹത്താൽ ഇവർ നിറയപ്പെടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. സമയം അനുവദിച്ചു എന്ന് വിളിച്ച